പിന്നെ കുട്ടികളിപ്പോൾ ഇതിനെന്തായാലും വരാൻ താല്പര്യപ്പെടില്ല. ഞാനൊരു കാര്യം കൂടി പറയട്ടോ, കല്യാണം കഴിക്കേണ്ടത് ശരിക്കും പ്രേമിച്ചിട്ടല്ല. കാരണം എന്താ വെച്ചാൽ പ്രേമിച്ചാൽ പിന്നെ ഗുണം ദോഷമൊന്നും മനസ്സിലാവില്ല. സ്നേഹമുള്ളവൻ്റെ ഏത് പ്രവർത്തനവും സന്തോഷകരമായിട്ടേ തോന്നുള്ളൂ, ദുഃഖകരമായി തോന്നൂല. ഒരു വിഷയത്തിൻ്റെ യാഥാസ്ഥിതി മനസ്സിലാവണമെങ്കിൽ മറ്റൊരാൾ കണ്ട് അന്വേഷിച്ച് ഓക്കെ ആക്കിയതിന് ശേഷം പോയി കാണുമ്പോഴേ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവുള്ളൂ. എന്നിട്ട് പറ്റൂല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതേസമയത്ത് വിവാഹാലോചന നടത്തേണ്ടത് സ്വന്തമായിട്ടല്ല, ശരിക്ക് മാതാപിതാക്കളാണ്. അതുകൊണ്ട് കല്യാണം നടത്തേണ്ടത് പ്രേമിച്ചിട്ടല്ല. ഇന്നിപ്പോ രക്ഷിതാക്കളെ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. പ്രേമിക്കുന്ന ആളുകൾ പ്രേമിക്കപ്പെടുന്ന പെൺകുട്ടികളോട് സുന്നത്ത് നോമ്പ് നോൽക്കാൻ വരെ ഉപദേശിക്കുന്ന കാലാണ് ഇപ്പൊ ഇന്ന്. ഹത്തം തീർക്കാൻ പറയാ, സലാത്തിലീറ്റ് ദ്വാരക്കാൻ പറയാ, ഇതൊക്കെയാണ് പുതിയ പ്രേമത്തിന്റെ പരിപാടികൾ. അതുകൊണ്ട് പെൺകുട്ടി ഇപ്പൊ തഹജ്ജുദൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോ ഓനേറ്റ് പരിചയപ്പെട്ടതിന് ശേഷമാണ്. അതുകൊണ്ടാണ് കെട്ടിച്ചു കൊടുക്കാന്ന് വാപ്പാര് തീരുമാനിക്കരുത്. കാരണം പ്രണയവിവാഹം പരാജയപ്പെടുമെന്നതിന് 99.55% ഉറപ്പാണ്. ലോക ചരിത്രത്തിൽ അറിയപ്പെട്ട പ്രണയങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാൻ നിങ്ങൾ, അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുള്ള പല കാര്യങ്ങളും യാഥാർത്ഥ്യമല്ല. ഞാൻ ഇപ്പൊ ഈ അടുത്ത് എല്ലാവരും പറയുന്ന ഒരു ചരിത്രമുള്ള ലൈല മജ്നുവിന്റെ ചരിത്രം. കൈസി എന്ന് പറയുന്ന ഒരാൾ ലൈലയെ സ്നേഹിച്ചു. അങ്ങനെ അവസാനം ലൈല മരണപ്പെട്ടപ്പോൾ ഖബറുകൾ ചെന്ന് പൊട്ടിക്കരഞ്ഞു. അവിടെ വെച്ച് തൽക്ഷണം മരണപ്പെട്ടു, അവിടെ തന്നെ മറവ് ചെയ്തു എന്നാണ്. അള്ളാന്റെ ദുന്യാവിലെ എവിടെ തെരഞ്ഞാലും ഈ ലൈലാന്റെയും കൈസിന്റെയും ഖബറ് കാണൂല. കാരണം ഈ ജീവിതത്തിന്റെ പശ്ചാത്തലം പറയുന്നത് അറബ് നാടാണ്, സൗദി അറേബ്യയാണ്. നമ്മൾ നെറ്റിലടിച്ചാൽ ഒരു ലൈലന്റെയും കൈസിന്റെയും ഖബറ് കിട്ടും. അതിവിടെ ഹരിയാനയിലാണ്. വെറുതെ പേരിട്ടതാണ്. സത്യത്തിൽ ലൈല എന്ന് പേരായിട്ടും കൈസ്